നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2015 മാർച്ച് 13 കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമായിരുന്നു നമുക്കറിയാം. അന്ന് ധനമന്ത്രിയായിരുന്ന KM മാണി ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ആ ബജറ്റ് അവതരണത്തെ തടഞ്ഞുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി സ്പീക്കറിൻ്റെ ചേംബറിൽ വരെ കയറി നടത്തിയ കയ്യാങ്കളിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രതിപക്ഷമാണ് ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് അതിൽപ്പെട്ട പലരോടും ഈ അടുത്ത സമയങ്ങളിൽ പലരും ചോദിച്ചപ്പോഴും അവർ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. അപ്പം അവർ ആ രീതിയിൽ മാത്രമാണ് അതിനെ കാണുന്നത്. ഇവിടെ വളരെ പ്രസക്തമായി കാണേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു ധനമന്ത്രിയുടെ ബജറ്റ് അവതരണത്തെ തടയുവാനായിട്ട് ആർക്ക് സാധ്യമല്ല. അങ്ങനൊരു നിയമമില്ല. അദ്ദേഹം കുറ്റാരോപിതനായാലും അല്ലെങ്കിലും ആരോപണ വിധേയനായാലും അല്ലെങ്കിലും അതിന് വകുപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിന് തടഞ്ഞു? രാഷ്ട്രീയ വൈര്യം വെച്ച് പുലർത്തി അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് തുനിയുമ്പോൾ അത് ഒരു ശരിയായ സമീപനമല്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു നിരീക്ഷണം നമ്മൾ മനസ്സിലാക്കണം. അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായ ഫുട്ടേജ് ലോകം മുഴുവൻ കണ്ടതാണ്. പിന്നെ അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഓരോ ഇഞ്ചും ഓരോ സെക്കൻഡും കൃത്യമായി ക്യാമറകൾ ഒപ്പിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഫുട്ടേജ് ലഭ്യമാണ്. അങ്ങനെ ഇരിക്കെ അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അത് സമ്മതിക്കാനായിട്ട് പറ്റും? പിന്നെ രാഷ്ട്രീയക്കാരുടെ സ്ഥിരമായിട്ടുള്ള ചില രീതികളുണ്ടല്ലോ. ഇപ്പോൾ പറയുന്ന നാളെ മാറ്റി പറയുന്ന സ്വഭാവങ്ങളുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സാഹചര്യം അനുസരിച്ച് അവർ മാറും. ആദർശങ്ങളൊക്കെ ചില സമയങ്ങളിൽ പറയും, പക്ഷേ ഭരണം കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ ആദർശമൊന്നും ഇല്ലാതാവും. അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ള ഒരു സമീപനമാണല്ലോ ഇന്ന് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ 3 UDF MLA-മാരെ അവർക്കെതിരെയുള്ള കേസ് റദ്ദാക്കിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. K. ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷന്, MA വാഹിദ് തുടങ്ങിയവർക്കെതിരെയുള്ള കേസുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ സമയങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കണ്ടൊരു കാര്യമാണ്. ഒരു തരത്തിലും KM മാണിയെ അകത്ത് പ്രവേശിപ്പിക്കാനോ ബജറ്റ് അവതരിപ്പിക്കാനോ അവർ തയ്യാറല്ല, അവർ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു വാതിലിലൂടെ അകത്തേക്ക് വരികയും ചില മിനിറ്റുകൾ മാത്രമുള്ള ഒരു ബജറ്റ് വായന അവിടെ നടത്തിയിട്ട് പിന്നെ അദ്ദേഹം നേരെ മീഡിയ റൂമിൽ പോയാണ് ബാക്കി കാര്യങ്ങളെല്ലാം വായിച്ചത്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഏറ്റവും കൂടുതൽ കാലം നിയമസഭയിൽ തുടർമാനമായി ജയിച്ചു വന്ന ഒരു സീനിയർ മെമ്പറിനോട് കാണിച്ച ആ ഒരു സമീപനം വളരെ മോശമായിപ്പോയി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതിനേക്കാളൊക്കെ രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് അന്ന് എതിർത്ത, അന്ന് കയ്യാങ്കളി കാണിച്ചവരുടെ കൂട്ടത്തിലാണ്. അവരുടെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളത് നേരെ വിരോധാഭാസമായിട്ട് നിൽക്കുന്നൊരു കാര്യം കൂടിയാണ്. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയും ഇങ്ങനെയൊക്കെ സംഭവിക്കും, കൂറുമാറ്റം സംഭവിക്കാറുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും. പണം കണ്ടു കഴിഞ്ഞാൽ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തത്? ആ നിലയിലുള്ള ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് എല്ലാ സംവിധാനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ രാജ്യത്ത് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുക. പ്രതിപക്ഷം വേണം, ശക്തമായ പ്രതിപക്ഷം വേണം. കേന്ദ്രത്തിലാണെങ്കിലും ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലായിരുന്നു കഴിഞ്ഞ ടേമുകളിൽ. എന്നാൽ പ്രതിപക്ഷ സ്വരം ഇപ്രാവശ്യം ഉണ്ടായി. അതിനെ അടിച്ചമർത്താൻ ആർക്കും സാധ്യമല്ല. പ്രതിപക്ഷ ശബ്ദം എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യം. എന്നാലേ ചില കാര്യങ്ങളൊന്നും കൂടെ ജാഗരൂകരാകുകയും ഒന്നുകൂടെ കറക്റ്റ് ചെയ്യുകയും അങ്ങനെ മുന്നോട്ടൊക്കെ നല്ല രീതിയിലൊക്കെ പോകാനായിട്ടൊക്കെ ശ്രമിക്കുകയുള്ളൂ. അതിനെപ്പോഴും ആവശ്യമാണ്. ഏതായാലും ഇങ്ങനെയൊരു ചിന്തയും ഇങ്ങനെയൊരു ഡിസ്കഷനും ഇതിനിടയ്ക്ക് നടന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു വിശേഷം വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.